എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അത് വലിയ ഞെട്ടലാണ് ഉണ്ടായത് മരിച്ചു എന്ന് കേട്ടപ്പോൾ. ഞാനും ജയനും തമ്മിലുള്ള ബന്ധം രണ്ട് കലാകാരന്മാർ തമ്മിലുള്ള ബന്ധമായിരുന്നില്ല. ഞങ്ങൾ സഹോദരന്മാരായിരുന്നു. 1966 മുതൽ 58 വർഷം നീണ്ടുന്ന ബന്ധമാണ്. ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ സുഖമില്ലാതിരിക്കുകയാണ്. നേരത്തെ സുഖമില്ല, 2 വർഷമായിട്ട് അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഒന്ന് വീണു, ബെഡ്റൂമിലൊന്ന് വീണു എന്ന് പറഞ്ഞു. അതൊക്കെ എല്ലാവരും അറിയുന്നുണ്ട്. ഇതിനിടയിൽ പോലും ഈ സുഖമില്ലാത്ത അവസരത്തിൽ പോലും ഈ വർഷം 2024 എന്റെ 3 പാട്ടുകൾ ജയിച്ചൊന്ന് പാടി യൂട്യൂബിന് വേണ്ടി. പാട്ടുകൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ സംഗീതത്തെ ഇത്രയും സ്നേഹിച്ച ഒരു പാട്ടുകാരൻ വേറെയില്ല. ജയചന്ദ്രന്റെ ഒരു വലിയ മഹത്വം, അദ്ദേഹം മറ്റു പാട്ടുകാരെ കുറിച്ച് സംസാരിക്കുക, സ്വന്തം പാട്ടുകളെ കുറിച്ച് സംസാരിക്കില്ല. സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുദാസ് പാടിയ ആ പാട്ട്, മുഹമ്മദ് റഫി പാടിയ പാട്ട്, മുകേഷ് പാടിയ പാട്ട്, പി സുശീല പാടിയ പാട്ട്, ഇങ്ങനെ മറ്റു പാട്ടുകാരെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുകാരൻ, അതാണ് ജയചന്ദ്രൻ. അങ്ങനെ വേറൊരു ഗായകനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം സ്നേഹിച്ച സംഗീതത്തെയാണ്. സംഗീതത്തെ സ്നേഹിച്ചു. എല്ലാ ഗായകരുടെയും പാട്ട് കേട്ട് ഇപ്പോൾ ജയന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ചും എന്നെപ്പോലുള്ള അടുത്ത സുഹൃത്തുക്കൾ ഇരിക്കുമ്പോൾ, ജയൻ പാടിക്കൊണ്ടേയിരിക്കും. മഹേന്ദ്രപൂരിന്റെ ഒരു പാട്ട്, റഫിയുടെ ഒരു പാട്ട്, അവർ നമ്മുടെ പാട്ടിന്റെ വ്യത്യാസം എന്താണ്, മുകേഷിന്റെ പാട്ട്, ഇങ്ങനെ തെലുങ്കിലുള്ള ഗായകര്, കന്നഡ ഗായകര്, എല്ലാവരെ കുറിച്ചും അറിയാം. ഇത്രയധികം പാട്ടുകൾ കാണാതെ പഠിച്ചിട്ടുള്ള, വിവിധ ഭാഷകളിൽ ഇത്രയധികം പാട്ടുകൾ കാണാതെ പഠിച്ചിട്ടുള്ള ഒരു പാട്ടുകാരൻ വേറെയില്ല. ജയചന്ദ്രൻ സംഗീതത്തെയാണ് സ്നേഹിച്ചത്. സംഗീതം ജയചന്ദ്രന്റെ ആത്മാവായിരുന്നു. അദ്ദേഹം ക്ലാസിക്കൽ സംഗീതം യേശുദാസിനെ പോലൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ പാട്ടുകൾ, ഞങ്ങളുടെ പാട്ടുകൾ, ഞാനും ദക്ഷിണാമൂർത്തി സ്വാമിയും ഞാനും അർജുന മാസ്റ്ററുമായി ചേർന്ന് ചെയ്തിട്ടുള്ള എത്രയോ പാട്ടുകൾ ജയചന്ദ്രൻ പാടിയിരിക്കുന്നു, സെമി ക്ലാസിക്കൽ. അത് മനോഹരമായിട്ട് പാടും. പിന്നെ ഭാവം എന്ന് പറയുന്ന പാട്ടിലെ ഭാവം ജയചന്ദ്രന്റെ പ്രത്യേകതയായിരുന്നു. അത് ഓരോ വാക്കിനും കൊടുക്കുന്ന സ്ട്രെസ്, ചില പദങ്ങൾക്ക് കൊടുക്കുന്ന സ്ട്രെസ്, അതെല്ലാം ജയചന്ദ്രനെ വ്യത്യസ്തനാക്കുന്നു. ഒരു ഗായകൻ നിലയിൽ വ്യത്യസ്തനാക്കുന്നു. എൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹോദരന്മാരെ പോലെയായിരുന്നു. 1966 ഞങ്ങൾ രണ്ടിനും സിനിമയിൽ വരുന്നത്. എന്നേക്കാൾ 4 ദിവസം ഇളയതാണ് ജയചന്ദ്രൻ. എനിക്ക് 84 ജയചന്ദ്രൻ 80 ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു വർഷം 1966 ഞാൻ കാട്ടുമല്ലിക്ക് പാട്ടെഴുതി. എൻ്റെ പാട്ടുകൾ പുറത്തു വന്നു. കുഞ്ഞാലി മരിക്കാതെന്നുള്ള ഒരു പടത്തിൽ വിട്ടിട്ട് ഒരു മുല്ല പൂമാലയുമായി എന്നുള്ള പാട്ടാണ് പാടിയതെങ്കിലും ജയചന്ദ്രൻ കളിത്തൊഴിൽ പാടിയ മഞ്ഞളിൽ മുങ്ങിത്തോർത്തുമാണ് പുറത്തു വന്നത്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും പാട്ടുകൾ ഒരേ വർഷമാണ് പുറത്തു വന്നത്. 66 മുതൽ 58 വർഷം നീണ്ടുനിന്ന ഒരു സൗഹൃദം എന്ന് പറയാൻ ഒക്കില്ല, സാഹോദര്യമായിരുന്നു ഞങ്ങളുടേത്. ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു അടുക്കടുക്കായി പറയാൻ കഴിയില്ല. കാരണം എനിക്ക് രാത്രി തന്നെ തൃശ്ശൂരിന് പോകണം. കാരണം എങ്ങനെ പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ എൻ്റെ പാട്ടുകളെക്കുറിച്ച്, എൻ്റെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ, ഇപ്പോൾ ജയചന്ദ്രന് വേണ്ടി ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയ പാട്ടെഴുത്തുകാരൻ ഞാനാണ്. പിന്നെ ഞങ്ങളുടെ വ്യക്തിബന്ധം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പരിചയപ്പെട്ട അധികം താമസിയാതെ 3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു. അപ്പോൾ കല്യാണത്തിൽ കാര്യം ഞാൻ ജയനോട് പറയുമ്പോൾ ജയചന്ദ്രൻ പറഞ്ഞത്, തമ്പിയുടെ അനിയത്തി എൻ്റെ അനിയത്തിയല്ലേ, ഞാൻ പാടാം. അപ്പോൾ ഇങ്ങോട്ടാണ്, ഞാൻ പാടാം. അപ്പോൾ അന്ന് ഞാൻ തുടക്കക്കാരനാണ്, എൻ്റെ കയ്യിൽ ഒരുപാട് പണമൊന്നുമില്ല. പക്ഷേ അന്ന് എൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ട് കച്ചേരിയും ജയചന്ദ്രൻ്റെ ഗാനമേള ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആത്മബന്ധം എനിക്ക് ജയനോട്ടുണ്ടായിരുന്നു. പാട്ടുകളെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ എത്രയോ പാട്ടുകൾ അദ്ദേഹം പാടിയിരിക്കുന്നു. ഇപ്പോൾ ദേവരാജ മാസ്റ്ററുടെ അദ്ദേഹം ട്യൂൺ ചെയ്ത മലയാള ഭാഷ മാതകഭംഗീതൻ മലമന്ദവാസ പിരിയുന്നു ജയചന്ദ്രൻ പാടിയതാണ്. ഹൃദയേശ്വരി നെടുവീർപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടു ജയചന്ദ്രൻ പാടിയതാണ്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സന്ധ്യയ്ക്കെന്തിന് സിന്ദൂരം ചന്ദ്രയ്ക്കെന്തിന് വൈഡൂര്യം, അത് എൻ്റെ പാട്ട് ജയചന്ദ്രൻ പാടിയതാണ്. ചന്ദ്രത്തിൽ കടഞ്ഞിട്ട് സുന്ദരി ശില്പം ജയചന്ദ്രൻ പാടിയതാണ്. MS ഉഷാന്റെ രാജീവനെ നീ ഉറങ്ങൂ, രാഗവിലോലെ നീ ഉറങ്ങും, താരാട്ട് ജയചന്ദ്രൻ പാടിയതാണ്. അങ്ങനെ മലയാള ഈ
ഞാൻ MS വിശ്വനാഥനും കൂടെ ചേർന്ന് ചെയ്ത അനവധി പാട്ടുകൾ ജയചന്ദ്രൻ പാടിയിട്ടുണ്ട്. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം, കണ്ണിന് സായുജ്യം നിൻരൂപം ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ടുള്ള പാട്ടാണ്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ എൻ്റെ പാടിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല ജയചന്ദ്രന് വേണ്ടി ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയ ഗാനരചയിതാവ് ഞാനാണ്, അഭിമാനപൂർവ്വം പറയാം. ഞങ്ങളുടെ ബന്ധവും അതുപോലെ ദൃഢമായിരുന്നു. 58 വർഷം നീണ്ടുന്ന 2 ആഴ്ച മുമ്പ് ഞാൻ സംസാരിച്ചിരുന്നു. ഒന്ന് വീണു അദ്ദേഹം. ഇന്ന് വീണ്ടും അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത്. പക്ഷേ ഈ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഏതായാലും ഞാനിപ്പോൾ രാത്രിയിൽ തൃശ്ശൂരിന് പോവുകയാണ്. ജയൻ്റെ വളരെ എനിക്ക് കുറ്റബോധം തോന്നുന്നു. കാരണം വെച്ചാൽ എന്നേക്കാൾ 4 വയസ്സിന് പ്രായക്കുറവുള്ള എൻ്റെ അനിയൻ മരിക്കുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു. എനിക്ക് വളരെ വിഷമമുണ്ട്. എൻ്റെ വിഷമം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ.